കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇവിടുത്തെ ക്യാമ്പിൽ നാം വിശ്വാസ വീരന്മാരായ ചിലരെ കുറിച്ചുള്ള ചിന്തകളിലൂടെയാണ് കടന്നുപോയത്. അബ്രഹാമിൻ്റെ കുടുംബത്തോടുള്ള ബന്ധത്തിൽ നിരവധി കാര്യങ്ങൾ ചിന്തിക്കുവാനായിട്ടിടയായി തീർന്നു. ഇസഹാക്കിനെ കുറിച്ച് ചിന്തിച്ചു. നാം അവസാനമായി യാക്കോബിനെ കുറിച്ചാണ് ചിന്തിച്ചത്. കഴിഞ്ഞ ദിവസം ദാനിയേലിനെ കുറിച്ച് ചിന്തിച്ചു. ഇവരൊക്കെ വിശ്വാസത്തിൻ്റെ വീരന്മാരായിരുന്നു, വിശ്വാസത്താൽ യാത്ര ചെയ്തവരായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഇന്നലെ നാം ചിന്തിക്കുവാനിടയായത് അബ്രഹാം പിതാവ്, അദ്ദേഹം യാഗപീഠങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പിതാവായിരുന്നു. ആരാധനയുടെ യാഗപീഠങ്ങൾ, അത് അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കുവാൻ കഴിയുന്ന മനോഹരമായ ഒരു കാര്യമാണ്. ഇസഹാക്ക് അനുഗ്രഹത്തിൻ്റെ കിണറുകൾ കുഴിക്കുന്നവനാണ്. യാക്കോബ് അദ്ദേഹം എ മാൻ വിത്ത് റോഡ്, ഒരു വടിയോടുകൂടെ പോകുന്നവനാണ്. എ മാൻ വിത്ത് പില്ലർ, അവൻ സ്തൂപങ്ങൾ നാട്ടുന്നവനായിരുന്നു എന്ന് കണ്ടു. ഇന്ന് നാം പിന്നെയും യാക്കോബിനെ കുറിച്ച്, യാക്കോബ് ബഥേലിൽ പോയത് എങ്ങനെയാണ് എന്ന് കണ്ടു. യോസേഫിനെ കുറിച്ചും നമുക്ക് കാണുവാൻ കഴിയുന്നത് ഹി വാസ് എ മാൻ വിത്ത് ഡ്രീംസ്, അവൻ സ്വപ്നങ്ങളുള്ളവനായിരുന്നു. അവൻ സ്വപ്നത്തോടുകൂടെ തുടർന്നു. അത് കഴിഞ്ഞിട്ട് അവൻ മരിച്ചു. അവൻ്റെ ശരീരം ഒരു ശവപ്പെട്ടിയിൽ വെച്ചു. അത് മിസ്രൈമിലെ ഒരു പിരമിഡിൽ സൂക്ഷിച്ചു. അത് പിന്നെയും ചില നൂറ്റാണ്ടുകൾ കൂടെ ജനമെല്ലാം നോക്കുമ്പോൾ ഒരു സ്വപ്നവുമായി മരിച്ച മനുഷ്യൻ്റെ ശവകുടീരമാണ്, പിരമിഡാണത് എന്ന് അടിമകളായവർ ജോലി ചെയ്യുമ്പോഴെല്ലാം നോക്കിക്കൊണ്ടിരുന്നു. പ്രിയപ്പെട്ടവരെ, യോസേഫിൻ്റെ സ്വപ്നം നിറവേറി. ഇസ്രായേൽ ജനം അവിടെ നിന്ന് അടിമത്വത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടവരായി യാത്ര ചെയ്ത് അവർ വീണ്ടും അവരുടെ വാഗ്ദത്ത നാട്ടിൽ ചെന്നെത്തി. ആ സംഭവം നമുക്കൊക്കെ ഈ വിശ്വാസയാത്രയിൽ വളരെ പ്രചോദനം നൽകുന്നതാണ്. നാം 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യവും 11-ാം വാക്യവും വായിക്കുമ്പോൾ ഇതൊക്കെയും നമുക്ക് ദൃഷ്ടാന്തമായി അവർക്ക് ഭവിച്ചു എന്ന് നാം കാണുന്നുണ്ട്. നമ്മുടെ പിതാക്കന്മാരുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടോ അതെല്ലാം ദൈവം നമുക്ക് എഴുതി വെച്ച് തന്നിരിക്കുന്നത് അവരുടെ ജീവിതത്തിൽ നടന്ന ഓരോ സംഭവങ്ങളിലൂടെ നമുക്കൊത്തിരി പാഠങ്ങൾ പഠിക്കുവാനാണ്. നമ്മളിന്ന് ധ്യാനിച്ചുകൊണ്ടിരുന്ന യാക്കോബിനെ കുറിച്ചുള്ള ആ കാര്യം ഒന്നുകൂടെ ഞാൻ തുടരുവാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ 7 കാര്യങ്ങൾ പറഞ്ഞു ബഥേലിനെ കുറിച്ച്. ഞാൻ പറഞ്ഞു 10-12 കാര്യങ്ങൾ പറയുവാനുണ്ട്. അതിനെയും പിന്നീട് ഒരിക്കൽ പറയാം. പക്ഷേ ഈ അധ്യായത്തിൽ മനോഹരമായ മറ്റൊരു കാര്യം നമുക്ക് കാണുവാൻ കഴിയും. യാക്കോബ്, ഹി വാസ് എ മാൻ വിത്ത് പില്ലേഴ്സ്, അവനൊരു സ്തൂപങ്ങൾ നാട്ടുന്ന ഒരു മനുഷ്യനായിരുന്നു. അവനെക്കുറിച്ച് ചില കാര്യങ്ങൾ വേഗം ഞാൻ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. യാക്കോബ് ഓർമ്മ സ്തംഭങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് ഇങ്ങനെ യാത്ര ചെയ്യുകയായിരുന്നു. നമുക്കറിയാം, യാക്കോബ് പോകുന്നിടത്തെല്ലാം ഒരു കല്ല് നാട്ടി എന്തെങ്കിലുമൊക്കെ ഓർമ്മയ്ക്ക് വേണ്ടി വെച്ചിട്ട് പോകുന്നത്. ഇനിയും നിങ്ങൾ യാക്കോബിനെ കുറിച്ച് വായിക്കുമ്പോൾ ശ്രദ്ധിച്ചു കൊള്ളുക. ഈ 35-ാം അധ്യായത്തിൽ തന്നെ അവൻ അങ്ങനെ പല ഓർമ്മ സ്തംഭങ്ങൾ നാട്ടുന്നതായി, അല്ലെങ്കിൽ ഓർമ്മയ്ക്ക് വേണ്ടി ചിലത് നിർത്തുന്നതായിട്ട് കാണുവാൻ കഴിയും. ഇത് ഓർക്കുമ്പോൾ 103-ാം സങ്കീർത്തനം അതിൻ്റെ 1-2 വാക്യം, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവ്വ അന്തരംഗവുമേ അവൻ്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ദൈവം എത്രമാത്രം ഉപകാരങ്ങളാണ് നമുക്ക് ചെയ്യുന്നത്, എത്ര നന്മകൾ നൽകുന്നു. ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്തതൊക്കെ പിന്നെയും പിന്നെയും സ്മരണയ്ക്കായി, ഒന്ന് ഓർക്കുവാനായി നമ്മൾ തിരഞ്ഞെടുക്കാറുണ്ടോ? നിങ്ങളും ഞാനും അല്പസമയം വേർതിരിച്ച് നിങ്ങളുടെ ജനനം മുതൽ, നമ്മുടെ ജനനം മുതൽ നമ്മെ വിളിച്ച് വേർതിരിച്ച് ആ ദൈവത്തിൻ്റെ പദ്ധതികളൊന്ന് ഓർത്താൽ നമ്മുടെ ഓർമ്മ സ്തംഭങ്ങളിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുവാൻ കഴിയും. അത് നമ്മളെ നന്ദി നിറഞ്ഞ ഹൃദയമുള്ളവരാക്കി തീർക്കും. നന്ദിയോടെ ദൈവത്തിന് മഹത്വം അർപ്പിക്കുവാൻ, ആരാധന അർപ്പിക്കുവാൻ, അവനോട് പറ്റിച്ചേർന്ന് നിൽക്കുവാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ ഓർമ്മ സ്തംഭങ്ങളെല്ലാം. ഇവിടെ ഈ 35-ാം അധ്യായത്തിൽ മാത്രം യാക്കോബ് നാട്ടിയ ചില ഓർമ്മ സ്തംഭങ്ങൾ എൻ്റെ മുമ്പിലുള്ള ഒരു 10 മിനിറ്റ് കൊണ്ട് പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. വേഗം നമുക്ക് ആ വാക്യങ്ങളിലൂടെ ഒന്ന് പോകാം. 7-ാമത്തെ വാക്യം നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരുന്നത് ഉൽപ്പത്തി 35-ാം അധ്യായമാണ്. അതിൻ്റെ 7-ാമത്തെ വാക്യം, ഇവിടെ ദൈവം ബഥേലിൽ ഒരു യാഗപീഠം പണിയുകയാണ്. അതാണ് അവൻ്റെ ഓർമ്മ സ്തംഭം, ബഥേലിലെ യാഗപീഠം. ആ യാഗപീഠത്തിൻ്റെ പേര് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഏൽ ബഥേൽ എന്നാണ്. ബേത്ത് എന്ന് പറഞ്ഞാൽ ഹൗസ്, വീട്.
ഏൽ എന്ന് പറഞ്ഞാൽ ദൈവം. അപ്പോൾ ബഥേൽ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഭവനം, ദൈവത്തിന്റെ വീടെന്നാണ്. പിന്നെയും എന്തിനാണ് അതിനൊരു ഏൽ ബഥേൽ എന്ന് പറയുന്നത്? അപ്പോൾ അത് ദൈവത്തിന്റെ ഭവനത്തിന്റെ ദൈവം എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ ദൈവഭവനത്തിനൊരു ദൈവമുണ്ട്, ഒരു നിയന്ത്രിതാവുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. അത് നാം കണ്ടു. പക്ഷേ ഇവിടെ അവൻ ഈ ഏൽ ബഥേൽ എന്ന് പറയുന്നത് എന്തിനാണ്? നമുക്കൊന്നുകൂടെ നോക്കാം. നമ്മളോട് വായിക്കുന്നു, അവൻ കനാൻ ദേശത്തിലെ ലൂസ് എന്ന ബഥേലിലെത്തി. അവിടെ അവൻ ഒരു യാഗപീഠം പണിത് തന്റെ സഹോദരന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകുമ്പോൾ അവന് അവിടെ വെച്ച് ദൈവം പ്രത്യക്ഷനായതുകൊണ്ട് ആ സ്ഥലത്തിന് ഏൽ ബഥേൽ എന്ന് പേരിട്ടു. പ്രിയപ്പെട്ടവരെ, അവരിവിടെ യാഗപീഠം പണിഞ്ഞ് അതിന് ഏൽ ബഥേൽ എന്ന് പേരിട്ടത് രണ്ട് കാരണങ്ങളാലാണ്. There is a Lord who saves and there is a Lord who judges. ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട്, രക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ തലയിണ കല്ലായിട്ട്, കല്ല് തലയിണയായിട്ട് വെച്ച് കിടന്ന് ഉറങ്ങുമ്പോൾ ചേട്ടനെ തല്ലിക്കൊല്ലേണ്ടി വന്നാൽ കല്ലുകൊണ്ട് ഇടിച്ചു കൊല്ലാൻ വേണ്ടി ഒരു കല്ലും കരുതി കിടന്നവനാണ്. പക്ഷേ ന്യായം വിധിക്കുന്നത് ഞാനല്ല, മറ്റുള്ളവരെ ശിക്ഷിക്കുവാനുള്ള അധികാരം എനിക്കല്ല. എൻ്റെ ദൈവമാണ് എന്നെ രക്ഷിക്കുന്നതും എൻ്റെ ദൈവമാണ് ശിക്ഷിക്കുന്നതെന്നും അറിഞ്ഞുകൊണ്ടാണ് ഇവൻ ഇവിടെ ഒരാരാധന കഴിക്കുന്നത്. അതുകൊണ്ട് ഏൽ ബഥേൽ നമുക്ക് നൽകുന്ന ഓർമ്മകൾ, നമ്മെ രക്ഷിച്ചു വഴി നടത്തുന്ന ദൈവത്തെ, നമ്മെ ഉപദ്രവിക്കുന്നവരോട് ഇടപെടുന്ന ദൈവത്തെ, നമുക്ക് വേണ്ടി ന്യായവിധി നടത്തുന്ന ദൈവത്തെ നമ്മൾ ഭയപ്പെടണമെന്നുള്ള ഓർമ്മയാണ്. ഒന്നാമതായിട്ട് യാക്കോബിന്റെ ജീവിതത്തിലെ ഈ ഓർമ്മ സ്തംഭം നൽകുന്നത് രക്ഷിച്ച ദൈവത്തോടുള്ള നന്ദിയാണ്. ശിക്ഷയിൽ നിന്ന് നമ്മളെ വിടുവിക്കുന്ന ദൈവത്തോടുള്ള നന്ദിയാണ്. നമ്മുടെ കുറ്റങ്ങളും കുറവുകളും മറന്നിട്ട് നമ്മളോട് കരുണ കാണിച്ച് നമ്മളെ സഹായിക്കുന്ന ദൈവത്തോടുള്ള നന്ദിയാണ് ഈ ഏൽ ബഥേൽ. ഓരോ ദിവസവും ദൈവത്തെ ആരാധിക്കുവാൻ ദൈവഭവനത്തിലേക്ക് വരുമ്പോൾ ഓർക്കണം, ഈ ദൈവഭവനത്തിനൊരു ദൈവമുണ്ട്. നമുക്കറിയാം, അനന്യാസും സബീറയും ഒന്ന് കള്ളം പറഞ്ഞതേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ അവരുടെ വസ്തു വിറ്റിട്ട് അവരുടെ സ്വത്തിന്റെ ഒരംശം എടുത്തു വെച്ചതേ ഉള്ളൂ. എന്നിട്ടും പറ്റിയതെന്താ? അവർ ദൈവാലയത്തിലേക്ക് വന്നപ്പോൾ, ഏൽ ബഥേലിലേക്ക് വന്നപ്പോൾ, ദൈവസന്നിധിയിലേക്ക് വന്നപ്പോൾ കറങ്ങി അടിച്ച് അവിടെ വീണു. അവർ അവിടെ വെച്ച് മരിക്കാനിടയായി. അപ്പോൾ ദേവാലയത്തിലേക്ക് കാല് വെക്കുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം, എൻ്റെ പാപത്തിനൊത്തവണ്ണം എന്നെ ശിക്ഷിക്കാതെ വീണ്ടും ഒരാഴ്ച കൂടെ കർത്താവിനെ ആരാധിക്കാൻ ഈ യാഗപീഠത്തിലേക്ക് എന്നെ കൊണ്ടുവന്ന, ഈ ആലയത്തിലേക്ക് എന്നെ കൊണ്ടുവന്ന, എൻ്റെ ജീവനെ ജീവനുള്ളവരുടെ ദേശത്താക്കി വെച്ച എൻ്റെ ദൈവത്തിന് സ്തോത്രം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ആലയത്തിനുള്ളിലേക്ക് കിടക്കുവാൻ, ഏൽ ബഥേലിലേക്ക് വരുവാനിടയാകണം. രണ്ടാമത്തെ കാര്യത്തിലേക്ക് നമുക്ക് വീണ്ടും വരാം. രണ്ടാമത്തെ കാര്യം നമ്മൾ അടുത്തതായിട്ട് കാണുന്നത് ഒരു വിലാപവൃക്ഷം ഉണ്ടാക്കി എന്നുള്ള നിലയിലാണ് കാണുന്നത്. അത് നമുക്ക് താഴോട്ട് വരുമ്പോൾ കാണുവാൻ കഴിയും. അത് 8-ാം വാക്യത്തിലേക്ക് നമുക്ക് വരാം. നമ്മളവിടെ വായിക്കുന്നത് അല്ലോൻ ബാഖൂത്ത്. അപ്പോൾ ആ സ്ഥലം നമ്മളവിടെ കാണുന്നത്, ഞാൻ മുമ്പ് അത് വിശദീകരിച്ചു, ധാത്രിയായ ദബോറ. ഈ ദബോറ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും റിബേക്കയുടെ കൂടെ അവിടെയായിരുന്നു. യാക്കോബ് അവിടെ വിട്ട് ഓടിപ്പോയി കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ദബോറ ഓർത്തു, ഞാൻ കൊച്ചിലെ മുതൽ താരാട്ടുപാടി വളർത്തിയ എൻ്റെ യജമാനത്തിയുടെ മകനാണ് ഈ യാക്കോബ്. ഞാൻ ഒത്തിരി നാൾ കരുതിയ മോനാണ്. അവനൊന്നുമില്ലാതെ ഓടിപ്പോയത് കൊണ്ട് അവനെ തിരക്കി ഇവളൊരു ദിവസം ചെന്നതാണ്. അവൻ്റെ കുടുംബത്തിനെന്നും അനുഗ്രഹമായി അവൻ്റെ ഭാര്യമാരുടെ പ്രസവം എടുക്കുവാൻ, ആ കുഞ്ഞുങ്ങളെ വളർത്തുവാനൊക്കെ ആയിട്ട് ഈ ദബോറ അവിടെ കൂടിയതാണ്. അത് കഴിഞ്ഞിട്ട് ഇവരൊന്നിച്ച് യാത്ര ചെയ്തു വരികയാണ്. യാത്ര ചെയ്തു വരുമ്പോൾ ദബോറ മരിച്ചു. ദബോറ മരിച്ചപ്പോൾ അവർ ഒന്നിച്ച് ദബോറയ്ക്ക് വേണ്ടി വളരെ കരഞ്ഞു, അവർ വിലപിച്ചു. അതുകൊണ്ട് ആ സ്ഥലത്ത്, അവളെ അടക്കിയ ആ സ്ഥലത്ത്, കരുവേലകത്തിന്റെ കീഴിൽ അവളെ അടക്കിയിട്ട് ആ വൃക്ഷത്തിന് അവർ പേരിട്ടു അല്ലോൻ ബാഖൂത്ത്. പ്രിയപ്പെട്ടവരെ, അല്ലോൻ ബാഖൂത്ത് എന്ന ഈ വൃക്ഷം, ഈ കരുവേലകം, ഒത്തിരി കാലങ്ങൾ നിൽക്കുന്ന ഈ വൃക്ഷം നമുക്ക് മറ്റൊരോർമ്മ തരുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നന്മകൾ ചെയ്ത ആളുകളെ നമ്മൾ മറക്കാൻ പാടില്ല.
നമ്മുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹങ്ങൾ കൊണ്ടുവന്ന, നമ്മളെ രക്ഷയിലേക്ക് നടത്തിയവരെ നമ്മൾ മറക്കരുത്. വീണ്ടും വീണ്ടും നമ്മുടെ വീടുകളിലേക്ക് വന്ന് നമ്മളെ ദൈവ ആലയത്തിലേക്ക് കൊണ്ടുപോയ, യോഗങ്ങൾക്ക് കൊണ്ടുപോയ, മീറ്റിങ്ങുകൾക്ക് വേണ്ടി നമ്മളെ പ്രേരിപ്പിച്ച, ദൈവത്തിന്റെ വചനം നമുക്ക് പറഞ്ഞു തന്ന, നമ്മളെ നടത്തിയ നമ്മുടെ മാതാപിതാക്കൾ, വിശ്വാസ വീരന്മാർ, സുവിശേഷകന്മാർ, സൺഡേ സ്കൂൾ അധ്യാപകർ, നമ്മുടെ പ്രിയപ്പെട്ടവർ, നമുക്ക് ഉപകാരം ചെയ്ത മനുഷ്യരെ നമ്മൾ മറക്കരുത്. അവരുടെ വീട്ടിൽ അവരുടെ അമ്മച്ചിയുടെ, റിബേക്ക അമ്മച്ചിയുടെ എന്ന് പറഞ്ഞാൽ യാക്കോബിന്റെ അമ്മയുടെ ദാസി വീട്ടിൽ വന്ന് കുറച്ചു നാൾ നിന്നു, വേലക്കാരി. അവള് മരിച്ചു, അവള് ചാവട്ടെ എന്നല്ല പറഞ്ഞത്. അവരുടെ കുഞ്ഞുങ്ങളെ വളർത്തിയെടുത്ത അമ്മ, അവരുടെ കുഞ്ഞുങ്ങൾക്ക് ഉപദേശം കൊടുത്ത അമ്മച്ചി, ആ ദാസി മരിച്ചപ്പോഴും അവരെല്ലാവരും ഒന്നിച്ച് കരയുവാനായിട്ട് ഇടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, many other people have contributed into our lives and we are today in this manner. നമ്മുടെ മക്കൾ, അവർക്ക് നമ്മൾ ഒത്തിരി ഉപകാരം ചെയ്യാറില്ലേ? നിങ്ങൾ ഡോക്ടർമാരും എഞ്ചിനീയർമാരും വലിയ വലിയ ഉദ്യോഗസ്ഥരും ഒക്കെ ആയി തീർന്നത് എങ്ങനെയാ? നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചിട്ടാ, നിങ്ങളുടെ ടീച്ചർമാർ നിങ്ങളെ നന്നായി പഠിപ്പിച്ചിട്ടാ നിങ്ങൾ ഇന്നിങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടത്. നമ്മുടെ ജീവിതത്തിലേക്ക് പല കോൺട്രിബ്യൂഷൻസ് ചെയ്ത, നമ്മുടെ ജീവിതത്തിലേക്ക് പല ഉപകാരങ്ങളുമായിട്ട് വന്ന, വിശേഷാൽ നിങ്ങളും ഞാനും ആത്മികരായി നിൽക്കുവാൻ നമ്മളെ താങ്ങി നിർത്തിയ നമ്മുടെ പ്രിയപ്പെട്ടവരെ നമ്മൾ മറക്കരുത്. അതാണ് അല്ലോൻ ബാഗൂത്ത്. അത് മറ്റൊരു ഓർമ്മ സ്തംഭമായിട്ട് നിൽക്കുന്നു. വേഗം നമുക്ക് പോകേണ്ടതുണ്ട്. അതുകൊണ്ട് അടുത്ത കാര്യത്തിലേക്ക് ഞാൻ വരട്ടെ. മൂന്നാമതായിട്ട് 35-ാം അധ്യായത്തിന്റെ 14-15 വാക്യം. നമുക്കറിയാം, ഇവൻ പണ്ട് ഇവിടെ ഒരു കല്ല് സ്ഥാപിച്ച്, ആ താൻ തലേണയായിട്ട് വെച്ചിരുന്ന ആ കല്ല് തന്നെ സ്ഥാപിച്ച് അതിനെ അഭിഷേകം ചെയ്തിട്ട് പോയതാണ്. പക്ഷേ ഇപ്പോൾ ഇവൻ ഇത് വീണ്ടും ചെയ്യുവാനായിട്ട് കാരണം, ഇറ്റ്സ് എ പില്ലർ ഓഫ് സ്റ്റോൺ ഇൻ ബഥേൽ. ഇറ്റ് ടോക്സ് അബൌട്ട് ദ റീഡെഡിക്കേഷൻ ഓഫ് ഹിസ് ലൈഫ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളും ഞാനും നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി കാര്യങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പണം ചെയ്തിട്ടുണ്ട്. യാക്കോബ് ഈ സമർപ്പണം ചെയ്തത് 20 വർഷം മുമ്പാണ്. ഏറ്റവും കുറഞ്ഞത് 20 വർഷം. നമുക്കറിയാം, അവൻ അവിടെ നിന്ന് ഓടി, അപ്പൻ്റെ അടുക്കൽ നിന്നും സഹോദരൻ്റെ അടുക്കൽ നിന്നും ഓടിപ്പോയി ലൂസിൽ വന്നു. അവിടെ ഒരു തലേണ വെച്ച് കിടന്നുറങ്ങി. എന്നിട്ട് അവിടെ കല്ലിനെ അഭിഷേകം ചെയ്ത് ദൈവത്തോട് ഒരു ഉടമ്പടി, ഒരു പ്രതിജ്ഞ ചെയ്തിട്ട് അവൻ ഓടിപ്പോയി. അവൻ പിന്നീട് തൻ്റെ അമ്മായിയപ്പനോടൊപ്പം അവിടെ പാർക്കുകയായിരുന്നു 7 വർഷം ഒന്നാമത്തെ ഭാര്യയ്ക്ക് വേണ്ടി. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഒരാഴ്ച കൂടെ അവൻ കഴിഞ്ഞപ്പോൾ റാഹേലിനെയും കല്യാണം കഴിച്ചിട്ട് വീണ്ടും 7 വർഷം അവൾക്ക് വേണ്ടി. അത് കഴിഞ്ഞപ്പോൾ അമ്മായിയപ്പനുമായിട്ട് ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കി. 6 വർഷം കൂടെ തികച്ചു. അത് കഴിഞ്ഞിട്ടാണ് അവൻ വരുന്നത്. അപ്പോൾ 20 വർഷം തൻ്റെ അമ്മായിയപ്പനെ സേവിച്ചിട്ട് യാത്ര ചെയ്ത് വരികയാണ്. 20 വർഷം മുമ്പ് ചെയ്ത ഉടമ്പടി, ആ ഉടമ്പടി പ്രകാരം അവൻ ഇങ്ങനെ യാത്ര ചെയ്ത് 1 വർഷത്തിലധികം എടുത്ത് കാണുമെന്ന് ചിന്തിക്കാം. അപ്പോൾ ഇങ്ങനെ യാത്ര ചെയ്ത് ഇവിടെ വന്നപ്പോൾ അവനിതാ വീണ്ടും ഒരു കല്ലിനെ അഭിഷേകം ചെയ്ത് ഒരു സമർപ്പണത്തിലേക്ക് വരുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെയും എൻ്റെയും ജീവിതത്തിൽ ഇങ്ങനെ ഒരു ഓർമ്മ സ്തംഭം കൂടെ കാണണം. നിങ്ങളും ഞാനും ദൈവത്തിൻ്റെ സന്നിധിയിൽ അല്പസമയം ധ്യാനിക്കുവാനായിട്ട് എടുക്കണം. നിങ്ങളും ഞാനും ചെയ്ത പല സമർപ്പണങ്ങളുണ്ട്. ദൈവത്തിൻ്റെ മുമ്പാകെ ചെയ്ത സമർപ്പണങ്ങൾ, കർത്താവിനെ സേവിക്കുന്നതിനോടുള്ള ബന്ധത്തിൽ ചെയ്ത സമർപ്പണങ്ങൾ, കർത്താവിൻ്റെ ശുശ്രൂഷകന്മാരുടെ പിന്നിൽ നിൽക്കുന്നതിനോടുള്ള ബന്ധത്തിൽ ചെയ്ത സമർപ്പണങ്ങൾ, നോർത്ത് ഇന്ത്യയുടെ സുവിശേഷീകരണത്തോടുള്ള ബന്ധത്തിൽ ചെയ്ത സമർപ്പണങ്ങൾ, ഒത്തിരി 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 സമർപ്പണങ്ങൾ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സമർപ്പണത്തിൽ നമ്മൾ വിശ്വസ്തരാണോ? യാക്കോബ് 20 വർഷം എടുത്തെങ്കിലും അവൻ മടങ്ങി വന്ന് ഒരു റീഡെഡിക്കേഷൻ, പുനഃസമർപ്പണം നടത്തുവാനായിട്ട് ഇടയായി തീർന്നു. അതുകൊണ്ട് ബഥേലിലെ സ്തംഭം അവൻ്റെ പുനഃപ്രതിഷ്ഠയെ വീണ്ടും ദൈവസന്നിധിയിലേക്ക് വന്ന് തന്നെ താൻ ഏൽപ്പിച്ചു കൊടുക്കുന്നതിനെ കാണിക്കുന്നതാണ്. ഇനിയും അവസാനമായിട്ട് നമ്മൾ 35-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ മറ്റൊരു കാര്യം കാണുന്നുണ്ട്. 35-ന്റെ 20-ാം വാക്യം. റാഹേൽ മരിച്ചു. റാഹേൽ മരിച്ചപ്പോൾ എഫ്രാത്തയിൽ വെച്ചാണ് മരിച്ചത്. ഈ സ്ഥലമാണ് ബേത്ലഹേം എന്ന് അറിയപ്പെടുന്ന എഫ്രാത്തയിലെ ബേത്ലഹേം.
അവിടെ റാഹേലിൻ്റെ ഒരു ശവകുടീരമുണ്ട്. അവിടെ ഒരു കല്ലറത്തൂൺ അവൻ വെച്ചു അവളുടെ ഓർമ്മയ്ക്ക് വേണ്ടി. എന്നിട്ട് ആ കല്ലറത്തൂൺ അവൾ അവിടെ വെച്ചിട്ട് അവൻ പറയുന്ന അവളുടെ ഓർമ്മയ്ക്ക് വേണ്ടി ചെയ്ത കാര്യം നമ്മളവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: അവളുടെ കല്ലറയിൽ യാക്കോബ് ഒരു തൂൺ നിർത്തി, അത് റാഹേലിൻ്റെ കല്ലറത്തൂൺ എന്ന പേരോടെ ഇന്നുവരെയും നിൽക്കുന്നു. റാഹേലിനെ കല്യാണം കഴിച്ചത് എന്ത് താല്പര്യത്തോടെ അല്ലേ? റാഹേലിനെ യാക്കോബ് കല്യാണം കഴിച്ചപ്പം യാക്കോബിന് എത്ര വയസ്സുണ്ടായിരുന്നു അറിയാമോ? 40 വയസ്സ്. ബൈബിള് പഠിക്കാൻ ഇച്ചിരി സമയമെടുക്കുക. യാക്കോബ് വീട്ടിൽ നിന്ന് ഓടിപ്പോയത് 77-ാമത്തെ വയസ്സിലാണ്. യാക്കോബിന് യോസേഫ് ജനിച്ചത് 91-ാമത്തെ വയസ്സിലാണ്. വീട്ടിൽ പോയി ഇനി കണക്കൂട്ടാൻ വാക്യങ്ങളുണ്ട്. അങ്ങനെയാണെങ്കിൽ റാഹേലിനെ കല്യാണം കഴിച്ചത് 84-ാമത്തെ വയസ്സിലാണ്. ആ കല്ലറ അവിടെ ആ ആടിന് കിണറിന്റെ വാതുക്കൽ നിന്ന് അവൻ തന്നെ കല്ലുരുട്ടി നീക്കിയപ്പോൾ നമ്മളൊക്കെ എന്നോ യോഗ്യനാണ്, 40 വയസ്സുള്ള ആരോഗ്യവാനായ ഒരുത്തരെന്നൊക്കെ ഒത്തിരി ചിന്തിക്കും അല്ലേ? അന്ന് അവൻ്റെ ആരോഗ്യമെല്ലാം കാണിച്ച് എത്ര പേര് വരുമ്പോൾ ഉരുട്ടി നീക്കേണ്ട കല്ല ഒറ്റയ്ക്ക് നീക്കി. എന്നിട്ട് റാഹേൽ വന്നുടനെ അവളെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. അന്ന് മുതൽ അവൻ അവളോട് സ്നേഹമായി. ഇവളെ കല്യാണം കഴിക്കാൻ ഞാൻ എൻ്റെ ജീവനും കളയുമെന്നും പറഞ്ഞ് 7 വർഷം ആടിനെ തീറ്റി. അല്പകാലം മാത്രം പോലെ തോന്നി. അവൻ്റെ അമ്മായിയപ്പൻ അന്ന് രാത്രിയിൽ വെട്ടമില്ലാത്ത സമയത്ത് പെരക്കാത്തിക്കൊണ്ട് മോളെ കൊടുത്തു. അവൻ പിറ്റേന്ന് രാവിലെ നോക്കുമ്പോഴായിരുന്നു ഇത് അവളല്ലല്ലോ എന്നറിയുന്നത്. ഏതായാലും പിന്നെ നീ എന്നെ ചതിച്ചതെന്തെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, രണ്ടാമത്തേനെ നിനക്ക് തന്നെ തരാം. മൂത്തത് യേശാവിന് കൊടുക്കേണ്ടതായിരുന്നു, ശരിക്കും ഇളയതിനായിരുന്നു ഇവന് കൊടുക്കേണ്ടത്. പക്ഷേ രണ്ടിനെയും ഇവന് തന്നെയാണ് ഇപ്പൊ കിട്ടിയിരിക്കുന്നത് അല്ലേ, കണക്കും പ്രകാരം. എന്നിട്ട് രണ്ടാമത്തതിനെ കല്യാണം കഴിക്കുവാൻ ഇവളുടെ ആഴ്ചവട്ടം നിവർത്തിക്കാം. ഒരാഴ്ച അവളോടൊപ്പം പാർത്തു. അത് കഴിഞ്ഞിട്ട് അവളെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തു. 2-3 വർഷത്തേക്ക് 3-4 വർഷത്തേക്ക് ഇവൾക്ക് മക്കളുണ്ടായില്ല. അത് കഴിഞ്ഞിട്ടാണ് ഏകദേശം 7 വർഷത്തോളം കഴിഞ്ഞ് യോസേഫ് ഉണ്ടായി എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഞാൻ ആ കഥയിൽ നിന്നും മടങ്ങി വരട്ടെ. അപ്പോൾ എന്ത് കൊതിച്ചു കെട്ടിയ പെണ്ണല്ലേ ഈ ലേയുടെ കണ്ണിനത്ര ശോഭയില്ലായിരുന്നു. മറ്റവരുടെ കണ്ണിങ്ങനെ തിളങ്ങുന്ന പ്രാവിൻ കണ്ണുപോലെ ഇരിക്കുന്ന കണ്ണായിരുന്നു. ആ കണ്ണാണ് ഇവനെ കൊതിപ്പിച്ചത്. ചിലർക്ക് മുടിയാണ് കൊതി, ചിലർക്ക് മൂക്കാണ് കൊതി, ചിലർക്ക് കണ്ണാണ് കൊതി. ഇവിടെ ഈ യാക്കോബിനെ സംബന്ധിച്ചിടത്തോളം സൗന്ദര്യം കണ്ട് അവൻ അന്ന് തീരുമാനിച്ചതാ, കല്യാണം കഴിച്ചു. പക്ഷേ അവൾ ഒരു ദിവസം പറഞ്ഞു, എനിക്ക് മക്കളെ തന്നില്ലെങ്കിൽ എനിക്ക് മരിക്കുന്നത് നല്ലത്. ചിലപ്പോൾ നമ്മൾ അറിയാതെ നമ്മുടെ വായും കൊണ്ട് ഇതുപോലൊക്കെയുള്ള ചില വാക്കുകളൊക്കെ പറയും. ഞാൻ ഈ ഇടയ്ക്കൊരു മരണത്തിൽ സംബന്ധിച്ചു. എൻ്റെ ഒരു ബന്ധുവിൻ്റെ മരണമാണ്. എൻ്റെ ആ ബന്ധുവിൻ്റെ ഭാര്യ അമ്മാമ്മ ചുമ്മാ ഇടയ്ക്കൊക്കെ പറയുമായിരുന്നു, ഈ മനുഷ്യൻ പുഴുത്തേ ചാവത്തുള്ളൂ മോനെ, ഈ മനുഷ്യൻ പുഴുത്തേ ചാവത്തുള്ളൂ എന്ന്. ഒരു തമാശന് പറയുന്നത്, വലിയ സീരിയസ് ഒന്നുമല്ല, ഇടയ്ക്കിടയ്ക്കെല്ലാം വരുന്നതായിരുന്നു. ഞാൻ കണ്ടു ആ മരണം, ശരിക്കും പുഴുത്തുള്ള ഒരു മരണം. ക്ഷമിക്കണേ, ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്നറിയാമോ? നമ്മൾ വീട്ടിൽ ചിലപ്പോൾ അറിയാതെ ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ പറയും അല്ലേ പ്രിയപ്പെട്ടവരെ? അവൾ അന്ന് പറഞ്ഞത് എനിക്ക് മക്കളെ തന്നില്ലെങ്കിൽ ഞാൻ മരിക്കുമെന്നാണ്. യോസേഫിനെ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഇവരുടെ ഈ യാത്രയിൽ ബേത്ലഹേം എന്ന് പറയുന്ന ഈ എഫ്രാത്തയിൽ വന്നപ്പോൾ അവൾ പ്രസവിച്ചു. അവൾ പക്ഷേ മരിച്ചു. ബെനോനി, ദുഃഖത്തിന്റെ പുത്രൻ എന്നൊരു പേരും കുഞ്ഞിന് കൊടുത്തിട്ട് പോയി. പക്ഷേ ബെന്യാമീൻ എന്ന അപ്പൻ അവന്റെ പേര് മാറ്റി. ആ സ്ഥലത്ത് വെച്ച് അവൾ മരിച്ചു. അവൾ മരിച്ചപ്പോൾ അവനൊരു പേരിട്ടു. പ്രിയപ്പെട്ടവരെ, അവനെന്ത് കൊതിച്ചു കെട്ടിയതായല്ലേ? ചിലപ്പോഴൊക്കെ പ്രേമവിവാഹത്തിന്റെ ഒരപകടം ഇതാണ്. ഞാൻ പലപ്പോഴും കണ്ട് കരഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ സഭയുടെ അനുവാദം കൂടാതെ ചിലർ വിവാഹത്തിലേക്ക് അങ്ങനെ കടന്നിട്ട് യൗവനത്തിൽ തന്നെ വൈദവ്യത്തിലേക്ക് പോയ ചിലരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഇത് പറയുന്നത് പ്രേമവിവാഹത്തിനെല്ലാം ശാപമുണ്ടെന്ന് പറയുവാനല്ല, ദൈവഹിത പ്രകാരം അല്ലാതെ സഭയെ വഞ്ചിച്ചും ചതിച്ചും വിശ്വാസികളെ പറ്റിച്ചും ഒക്കെ നടക്കുന്ന പല കല്യാണങ്ങളുണ്ട്. യാക്കോബിനോടുള്ള ബന്ധത്തിൽ ഇവന്റെ കല്യാണം കഴിഞ്ഞിട്ടും ഇവന്റെ ഭാര്യ പറഞ്ഞ ചില വാക്കുകളുണ്ട്. അതെല്ലാം ഒന്നിച്ചങ്ങ് നിറവേറിയ ഒരു സ്ഥലം. അവന്റെ ഭാര്യ മരിച്ചു. ആ സ്ഥലത്ത് അവനൊരു തൂൺ നാട്ടി. അവന്റെ ഹൃദയത്തിന്റെ ആവേശമായിരുന്നു റാഹേൽ. പക്ഷെ ആ റാഹേലിനോടൊപ്പം ഈ യാക്കോബിന് ഒത്തിരി കാലം ജീവിക്കാൻ കഴിഞ്ഞില്ല. എത്ര വർഷം ജീവിച്ചു കാണും? കൂടിപ്പോയാൽ 7 14 വർഷം അല്ലേ? 13 വർഷം അല്ലെങ്കിൽ 14 വർഷം. ഈ യാത്ര 1 വർഷം എടുത്തെങ്കിൽ അത്രയും കാലമാണ് അവരൊന്നിച്ച്
ജീവിച്ചത്. പ്രിയപ്പെട്ടവരെ, ആ കല്ലറത്തൂണിലേക്ക് നോക്കുമ്പോൾ യാക്കോബിന് ഒത്തിരി ഓർമ്മകളുണ്ട്. തൻ്റെ ജീവിതത്തിൽ ആ കുറവുകളെ ഓർത്ത നാളുകൾ, തൻ്റെ ജീവിതത്തിൽ ദൈവം തനിക്ക് വേണ്ടി കരുതിയ ഒരു ഭാര്യയുണ്ട്, അവൾ കഴിഞ്ഞിട്ട് പിന്നെയും വന്ന അവൻ്റെ അധ്വാനത്തിൻ്റെ ഒത്തിരി ഓർമ്മകൾ, ഒത്തിരി 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 ഓർമ്മകൾ. പ്രിയപ്പെട്ടവരെ, നമുക്കും ഓർമ്മയുടെ സ്തംഭങ്ങളുണ്ട്. ഈ യാക്കോബ് നാട്ടിയ സ്തംഭങ്ങളെല്ലാം അവൻ്റെ ജീവിതത്തിലെ നിരവധി ഓർമ്മകൾ കൊണ്ടുവരുന്നതാണ്. നമുക്കും നമ്മുടെ സമയങ്ങൾ മാറ്റിവെക്കാം, ദൈവത്തിൻ്റെ സന്നിധിയിൽ തിരിഞ്ഞു നോക്കാം, ദൈവം നമ്മളെ കൊണ്ടുവന്ന വഴികൾ ഓർക്കാം. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത നന്മയും തിന്മയും തിരിഞ്ഞു നോക്കിയിട്ട് തിന്മകളിൽ നിന്നും പാഠങ്ങൾ പഠിച്ച് അത് ആവർത്തിക്കാതിരിക്കുവാൻ, നന്മകളിൽ നിന്നും പാഠം പഠിച്ച് അനുഗ്രഹിക്കുന്ന ദൈവത്തെ വിശ്വസ്തയോടെ സേവിപ്പാൻ ദൈവം നമുക്കിടയാക്കട്ടെ. എനിക്ക് ഈ ശുശ്രൂഷ അനുവദിച്ചു തന്ന സർവ്വവല്ലഭനായ സർവശക്തനായ എൻ്റെ ദൈവത്തിന് ഞാൻ സകല മഹത്വം അർപ്പിക്കുന്നു. എന്നെ ഇങ്ങനെ ക്ഷണിച്ച ഇവിടെയുള്ള ഉത്തരവാദിത്തപ്പെട്ട എല്ലാവരോടും എൻ്റെ ഹൃദയം നിറഞ്ഞ് നന്ദി അറിയിക്കുന്നു. തുടർന്നും പ്രാർത്ഥനയിൽ ഓർക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.